ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇഡിയും കക്ഷി ചേരുന്നു എന്നുള്ളതാണ്. കോടതിയിൽ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, ഇന്നലെ 9-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അപ്പോൾ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇഡിയുടെ ഇങ്ങനെയൊരു നീക്കം, വിവരങ്ങൾ. അനുജ, ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 9-ാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേക കേസായിട്ടൊക്കെ പോലീസ് പരിഗണിക്കുന്ന ഒരു കേസാണിത്. ഇതിൽ ഇന്നലെ ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷനെതിരെ ഗുരുതര ആരോപണവുമായി ഇപ്പോൾ പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീക്കം നടന്നിട്ടുള്ളത്. ഒന്ന്, ഈ കേസിൽ കക്ഷി ചേരാൻ ഇഡി ഇപ്പോൾ കോടതിയിൽ അപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ അത് കോടതിയിൽ നൽകും. അങ്ങനെ ഇഡി കൂടി ഈ കേസിൽ കക്ഷി ചേരും. രണ്ടാമത്തേത്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ആവശ്യം അത് ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഈ പ്രോസിക്യൂട്ടർ ഇന്നലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം അത് വീഴ്ചയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രോസിക്യൂട്ടറായിട്ടുള്ള ടി ഗീനാകുമാരിക്കെതിരെ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പോലീസ് റിപ്പോർട്ട് അവഗണിച്ച പ്രോസിക്യൂട്ടർ പ്രതിയുമായി ഒത്തുകളിച്ചെന്നാണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ പരാതി. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക്, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പരാതി നൽകാൻ നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ 9-ാം പ്രതിക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ജാമ്യം റദ്ദാക്കണം എന്നുള്ള അപേക്ഷ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറെ രാഷ്ട്രീയ വിവാദമായിട്ടുള്ള കേസിലാണ് ഇഡി കക്ഷി ചേരുന്നതും മാത്രമല്ല പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നുള്ള പോലീസിന്റെ ആവശ്യവും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.